മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. UDF സീറ്റ് വിഭജന ചർച്ചകൾക്ക് തുടക്കമായി. മുസ്ലിം ലീഗ് നേതൃത്വവുമായി കോൺഗ്രസ് പ്രാഥമിക ചർച്ച നടത്തി. വിജയസാധ്യത പരിഗണിച്ച് സീറ്റുകൾ വെച്ചുമാറാനാണ് UDFന്റെ നീക്കം. പട്ടാമ്പിയും ചടയമംഗലവും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. പുനലൂർ കോൺഗ്രസിന് നൽകാൻ മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നു. കോങ്ങാടും തിരുവമ്പാടിയും വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവമ്പാടിയിൽ VS ജോയ്, CP ജോൺ എന്നിവർക്കും കോങ്ങാട് K തുളസി, രമ്യ ഹരിദാസ് എന്നിവരെയുമാണ് പരിഗണിക്കുന്നത്. റോഷിപ്പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപ്പാൽ, സീറ്റ് കൈമാറൽ ചർച്ചകൾ, സീറ്റ് വെച്ചുമാറൽ ചർച്ചകൾ തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപായി UDF ഘടകകക്ഷികളിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും സീറ്റുകൾ എവിടെയെന്ന് ഉറപ്പിക്കണം. പല സീറ്റുകൾ വിട്ടുകൊടുക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാണ്. ചില സാഹചര്യങ്ങളിൽ കോൺഗ്രസ് ലീഗിനും വിട്ടുകൊടുക്കുന്നതിന്റെ ഭാഗമായി ലീഗിന് കൂടുതൽ സാധ്യതയുള്ള ഇടങ്ങളിലേക്ക് സീറ്റ് കൊടുക്കുമെന്നറിയുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ പരിഗണനയിലുള്ള സീറ്റ് കൈമാറലുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന ചർച്ചകൾ? അരുൺകുമാർ, ഇന്നലെയാണ് കോൺഗ്രസ് മുസ്ലിം ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് തുടക്കമായത്. സീറ്റ് വിഭജന ചർച്ചകൾ നേരത്തെ പൂർത്തിയാക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇന്നും ചർച്ചകൾ തുടരുന്നുണ്ട്. വിജയസാധ്യത അനുസരിച്ചാണ് സീറ്റുകൾ വെച്ചുമാറാനുള്ള തീരുമാനം UDF എടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗ് പട്ടാമ്പി സീറ്റ് ചോദിക്കുന്നത്. പട്ടാമ്പിയിൽ മുസ്ലിം ലീഗിന് ഒരു കരുത്തരായ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കാനുണ്ട്. കൂടുതൽ വിജയമുറപ്പിക്കാനുള്ള സാധ്യതയാണ് മുസ്ലിം ലീഗ് ചൂണ്ടിക്കാട്ടുന്നത്. അതിനൊപ്പം തന്നെ ചടയമംഗലം, ഈ 2 സീറ്റുകളാണ് നിലവിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത്. കോൺഗ്രസ് ആണെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. അതിനൊപ്പം ഇവിടെ പാലക്കാട് ജില്ലയിൽ കോങ്ങാട് സീറ്റ്, അതിനൊപ്പം തന്നെയാണ് പുനലൂര് കോൺഗ്രസിന് കൈമാറാനുള്ള തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തുന്നത്. അങ്ങനെ തിരുവമ്പാടി ലഭിക്കുകയാണെങ്കിൽ അവിടെ ഒന്നുകിൽ CMP നേതാവ് CP ജോണിനെ മത്സരിപ്പിക്കാനുള്ള ആലോചന, അതല്ലെങ്കിൽ മലപ്പുറം ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ VS ജോയ്, ഈ 2 പേരെയാണ് അവിടെ പരിഗണിക്കുന്നത്. കോങ്ങാടാണെങ്കിൽ K തുളസി, ഒപ്പം മുൻ MP രമ്യ ഹരിദാസ് എന്നിവരെ. അതിനൊപ്പം പുനലൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ അഡ്വക്കേറ്റ് ഷിഹാബുദ്ദീൻ കാര്യത്ത്, ഒപ്പം സോളമൻ അലക്സ്, ഈ 2 പേരെയാണ് പരിഗണിക്കുന്നത്. ഇങ്ങനെയാണ് കോൺഗ്രസും ലീഗും തമ്മിലുള്ള സീറ്റ് ധാരണയായി കഴിഞ്ഞാൽ വരാൻ സാധ്യതയുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ. ഏതായാലും ഈ കാര്യത്തിൽ തർക്കങ്ങളൊന്നുമില്ല. വിജയസാധ്യത മാത്രമാണ് മാനദണ്ഡമെന്ന് മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. കൂടുതൽ സീറ്റുകൾ മുസ്ലിം ലീഗ് ഇത്തവണ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. ചർച്ചകൾ ഇന്നും തുടരും. ഇന്നും വിശദമായ ചർച്ചകളിലേക്ക് കടക്കാനാണ് സാധ്യത. ഇന്നലെ പ്രാഥമിക ചർച്ചകളാണ്. 23-ന് ഡൽഹിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ യോഗം രാഹുൽ ഗാന്ധി തന്നെ വിളിച്ചിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുന്ന മുൻ KPC അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ യോഗം ചേരുന്നുണ്ട്. അത് കേരളത്തിലെ മാത്രം നേതാക്കളുടെ യോഗമാണ്. ഈ സീറ്റ് വിഭജനം, സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളാണ് ആ യോഗത്തിൽ ചർച്ചയാകുക. താങ്ക് യു റോഷിപ്പാലാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. UDFൽ സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ വിഭജന ചർച്ചകളിൽ പല സീറ്റുകളും വെച്ച് കൈമാറും എന്നുള്ളതാണ്. വിജയസാധ്യതയുള്ള ചില മണ്ഡലങ്ങൾ ലീഗിനും തിരിച്ച് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കോൺഗ്രസിനും പരസ്പരം കൈമാറും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.